ശ്രീലങ്കയിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും ഒരു രാവണ ഗുഹയുണ്ട്. കാസർഗോഡ് ജില്ലയിലെ രാവണേശ്വരത്താണ് ഈ അപൂർവ ഗുഹയുള്ളത്. പൂജകളില്ലെങ്കിലും നിരവധി പേരാണ് ഗുഹ കാണാനായി എത്തുന്നത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ കാണാം. സീതയെ തട്ടിക്കൊണ്ടുപോയ ശേഷം രാവണൻ തടവിലാക്കി എന്ന് പറയപ്പെടുന്ന ഒരു ഗുഹയുണ്ട് അങ്ങ് ശ്രീലങ്കയിൽ. രാവണ ഗുഹ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലൊരു രാവണ ഗുഹയാണ് കേരളത്തിലുമുള്ളത്. കാസർഗോഡ് രാവണേശ്വരത്താണ് രാവണൻ തപസ് ചെയ്ത ഗുഹ. ശിവഭക്തനായ രാവണൻ സ്ഥാപിച്ചെന്ന് കരുതുന്ന പെരും തൃക്കോവിലപ്പൻ ക്ഷേത്രത്തിലാണ് ഗുഹയുള്ളത്. പാർവതി കൊടുത്ത വിഗ്രഹം ഗോകർണത്ത് പ്രതിഷ്ഠിച്ച് അവിടെ രാവണൻ ലങ്കയിലേക്ക് മടങ്ങുന്ന വഴിയാണ് രാവണേശ്വരം വന്നതെന്നാണ് ഒരു ഐതിഹ്യം, വാമൊഴി പഴക്കം. അപ്പോൾ രാവണൻ്റെ ഈശ്വരൻ ആയതുകൊണ്ടാണ് രാവണേശ്വരൻ എന്ന് പേര് വന്നത്. ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തൊരു ഗുഹാസങ്കല്പമുണ്ട്. അതിലിങ്ങനെ രാവണൻ്റെ ഗുഹ എന്നുള്ള രീതിയിൽ പൂർവികർ അങ്ങനെ പറഞ്ഞു. എൻ്റെ അതിൽ ജനങ്ങൾ തൂവലും പൈസ ഇട്ട് നാണയം വെണ്ണാരം കാണലും ഉണ്ട്. മഴക്കാലത്ത് ഗുഹയിൽ പൂക്കളോ നോട്ടുകളോ ഇട്ടാൽ വലതുവശത്തുള്ള കുളത്തിലാണ് പൊങ്ങി വരാറ്. എന്നാൽ ഇവിടെ രാവണന് പൂജയില്ല. രാമായണ മാസത്തിലും ഉത്സവകാലത്തും കർണാടകയിൽ നിന്നും ഉൾപ്പെടെ നിരവധി പേരാണ് ഗുഹ കാണാൻ എത്താറ്. രാവണന്റെ ഈശ്വരനായ മഹാദേവനുള്ള സ്ഥലം എന്ന രീതിയിലാണ് രാവണേശ്വരം എന്ന പേര് വന്നതെന്നാണ് പഴമൊഴി. ന്യൂസ് മലയാളം, കാസർഗോഡ്.